രസകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ഒരു കഥാപാത്രത്തിൽ നിർവചിക്കുകയോ അതിനെ ഏക കഥാപാത്രമായി അവതരിപ്പിക്കുകയോ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ഒരു നടൻ, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നിവയായിരുന്നു. പിൽക്കാലത്ത് ഒരു കടുത്ത സാമൂഹിക വിമർശകനും രാഷ്ട്രീയ നിരൂപകനുമായിരുന്നു. ഈ വേഷങ്ങളെല്ലാം ശ്രീനിവാസന്റെ വ്യക്തിത്വത്തെ സൃഷ്ടിക്കുന്നതിലും നിലനിർത്തുന്നതിലും വേണ്ടി ലയിച്ചു. എന്തിനേയും വിമർശിക്കുവാനുള്ള ലൈസൻസ് നേടി. ആധുനിക വൈദ്യശാസ്ത്രം, ജൈവ കൃഷി, കീടനാശിനികളുടെ ഉപയോഗം, ആം ആദ്മി പാർട്ടി, 20 എന്നിവയോടുള്ള അദ്ദേഹത്തിന്റെ സൗമ്യത എന്നിവ പോലുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും അങ്ങേയറ്റം വിവാദമായിരുന്നപ്പോൾ പോലും അവ എല്ലായ്പ്പോഴും പൊതുജന താല്പര്യം ജനിപ്പിച്ചു. ഇടതുപക്ഷത്തിന്റെ കടുത്ത വിമർശകനായിരുന്നിട്ടും അതിന്റെ ഉന്നത നേതാക്കളെ പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ പോലുള്ളവർ ടെലിവിഷനിൽ അഭിമുഖം നടത്താൻ അദ്ദേഹത്തെ ആകാംക്ഷയോടെ ക്ഷണിച്ചു. ഒരു സാധാരണ സംഭാഷണങ്ങൾ അവയുടെ ഏറ്റവും അടുപ്പമുള്ളതും മനുഷ്യത്വപരവുമായ ചില ചിത്രങ്ങൾക്കായി മാറി. സ്വാഭാവികതയും നിർഭയം സത്യം പറയുവാനുമുള്ള സഹജാവബോധമാണ് അദ്ദേഹത്തിന് അഭിപ്രായം പറയുവാനും വിമർശിക്കുവാനും പരിഹസിക്കുവാനും കോമിക് ലൈസൻസ് നൽകിയത് എന്ന് വ്യക്തമാണ്. സിനിമയ്ക്കകത്തും പുറത്തും അദ്ദേഹം അവതരിപ്പിച്ച വൈവിധ്യമാർന്ന വേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഹാസ്യ വ്യക്തിത്വം, ഒരു പ്രത്യേക ഐഡന്റിറ്റി എന്നിവ സൃഷ്ടിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. അവസാന വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഒരു പ്രത്യേക അധികാരവും നേടിയിരുന്നു. അതിന് ശാരീരിക സ്ഥിരീകരണമോ പ്രത്യേക പരിശ്രമമോ പോലും ആവശ്യമില്ല. ഉദാഹരണത്തിന് പിന്നീടുള്ള പല സിനിമകളിലും ഒരു കഥാപാത്രത്തെ നിർവചിക്കുവാനും ഒരു ആഖ്യാന പോയിന്റ് നൽകുവാനും അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു. ഒരു തരം പലപ്പോഴും ഒരു സിനിമയിൽ സ്വയം വിശദീകരിക്കേണ്ടതില്ലാത്ത ഒരാളായി വിശേഷിക്കപ്പെടുമ്പോൾ ശ്രീനിവാസൻ നേർവിപരീതനായിരുന്നു. വിശ്വസനീയനാകാൻ താരപതി ഈ ആവശ്യമില്ലെന്ന് ഒരു വിശദീകരണം എന്നതായിരുന്നു അദ്ദേഹം. ചില കഥാപാത്രങ്ങൾക്ക് സ്വഭാവം നൽകാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു. ശ്രീനിവാസൻ 1950 മുതൽ 2025 വരെ കേരളത്തിന്റെ കോമിക് കമ്പോസ്. മലയാളികൾ തങ്ങളെക്കുറിച്ച് പവിത്രമായി കരുതിയിരുന്നതിനെ അദ്ദേഹത്തിന്റെ നർമ്മം കീറിമുറിച്ചു. ഇപ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച കണ്ണാടിക്ക് പിന്നിൽ ആരുമില്ല. നടനും സംവിധായകനുമായ ശ്രീനിവാസൻ കേരള സമൂഹത്തിന്റെ പുരോഗമനപരമായും ജാതിയന്തരവുമായ ഭാവങ്ങളുടെ മുഖംമൂടി കീറിമുറിച്ചു. തന്റെ കഥാപാത്രങ്ങളുടെ അസ്തിത്വ സംഘർഷ തത്വ പ്രതിസന്ധികളിലെയും കേന്ദ്രത്തിലേക്ക് തള്ളിവിട്ടു. നടൻ, എഴുത്തുകാരൻ, സംവിധായകൻ ശ്രീനിവാസന്റെ വിയോഗം സിനിമാ പ്രേക്ഷകർക്കിടയിൽ ഒരു വലിയ നഷ്ടബോധവും മലയാള സിനിമയിൽ ഒരു ശൂന്യതയും അവശേഷിപ്പിക്കുന്നു. ഒരു തരം നർമ്മം അദ്ദേഹത്തോടെ അവസാനിക്കുന്നു. രസകരമാണെങ്കിലും ആഴത്തിൽ സ്വയം പ്രതിഫലിപ്പിക്കുന്ന മലയാള ചരിത്രത്തിൽ ശ്രീനിവാസനെ ഒരു സവിശേഷ സ്ഥാനമാനമാക്കി മാറ്റിയത് അദ്ദേഹം കൈവരിച്ച പ്രതീകാത്മക ശക്തിയായിരുന്നു. പരമ്പരാഗത അർത്ഥത്തിൽ അദ്ദേഹം ഒരു മികച്ച നടനോ ഒരു സാധാരണ സിനിമ ഹാസ്യ നടനോ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ അഭിനയം മിസ്സലേനിയസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ നർമ്മം ശൂന്യമായിരുന്നു. അദ്ദേഹത്തിന്റെ കോമഡി ശാരീരികമല്ല, മറിച്ച് ഹൃദ്യമായിരുന്നു. ഇത് ചരിത്രപരമായും വാക്പ്ലേ, ആംഗ്യങ്ങൾ, നിശബ്ദത എന്നിവയെയാണ് ആശ്രയിച്ചത്. മറ്റ് ഹാസ്യ നടന്മാരെ പോലെ അദ്ദേഹവും സൂപ്പർ സ്റ്റാറുകളുടെ സഹായിയായി അഭിനയിച്ചു. പക്ഷേ നായകനെ മഹത്വപ്പെടുത്തുവാൻ സ്വയം പ്രേരിപ്പിച്ചപ്പോഴും പലപ്പോഴും ജാടയിലെ ഒരു മുള്ളായിരുന്നു. മലയാള സിനിമയിൽ ഹാസ്യ നടന്മാർക്ക് ദീർഘവും സമ്പന്നവുമായ ഒരു പാരമ്പര്യമുണ്ട്. SP പിള്ള, മുതുകുളം രാഘവൻ പിള്ള, അടൂർ ഫാസി തുടങ്ങിയ ഇതിഹാസ വ്യക്തികളിൽ തുടങ്ങി ശങ്കരാടി, ബഹദൂർ, കുതിരവട്ടം പപ്പു, മാള അരവിന്ദൻ തുടങ്ങിയ പ്രതിഭകളിലൂടെ അത് തുടരുന്നു.
ഇന്നസെന്റ്, ജഗതി ശ്രീകുമാർ, മാമുക്കോയ തുടങ്ങിയ പ്രതിഭാശാലികളിലേക്ക് വ്യാപിക്കുന്നു. ശ്രീനിവാസൻ സിനിമയിലേക്ക് കൊണ്ടുവന്ന നർമ്മബോധം വ്യത്യസ്തമായ ഒരു തലത്തിലായിരുന്നു. അത് ശരിക്കും ശാരീരികമോ വാക്കുള്ളതോ ആയിരുന്നില്ല, മറിച്ച് മലയാളികളുടെ കപടതയിലും സാമൂഹിക വഞ്ചനകളിലുമായിരുന്നു. മറ്റ് ഹാസ്യ നടന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കി അദ്ദേഹത്തിന് തന്റെ വേഷങ്ങളും തിരക്കഥകൾക്കായി അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചു എന്നതാണ് അദ്ദേഹത്തിന് ഒരു അധിക നേട്ടം നൽകിയത്. സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ തുടങ്ങിയ എഴുത്തുകാരുമായി അടുത്തും തുടർച്ചയുമായും സഹകരിച്ച് പ്രവർത്തിച്ച് ഏറെ ആവശ്യമുള്ള എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ അവരുടെ ആഖ്യാനങ്ങളിലേക്ക് സ്വയം തിരക്കഥാകൃത്തായി വളരെയധികം വരുന്നതിനും സാംസ്കാരികമായി സൂക്ഷ്മവുമായ അദ്ദേഹം മലയാളി ജീവിതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വശങ്ങളെ അവരുടെ പുരോഗമന വീക്ഷണം, രാഷ്ട്രീയ സാക്ഷരത, ആധുനികത, അന്താരാഷ്ട്രവാദം കരികേച്ചർ ചെയ്തു. അവസാനം വരെ സിനിമയിലും പുറത്തും അദ്ദേഹം അത് തുടർന്നു. ചെന്നൈയിലെ തമിഴ്നാട് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജനീകാന്ത് സഹപാഠികളിൽ ഒരാളായിരുന്നു. കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ശ്രീനിവാസൻ ഒരു അനാഥാലയത്തിന്റെ പശ്ചാത്തലത്തിലുള്ള മണിമുഴക്കം ദ ടെമ്പിൾ ഓഫ് ബെൽസ് 1976 P.A. ബക്കർ എന്ന സിനിമയിലൂടെ നടനായി സിനിമാ രംഗത്ത് കടന്നു. തുടർന്നുള്ള ദശകങ്ങളിൽ എല്ലാ മേഖലയിലും ഏറ്റവും പ്രധാനപ്പെട്ട ചില ചലച്ചിത്ര നിർമ്മാതാക്കൾക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു. P.A. ബക്കർ, K.G. ജോർജ്, K.P. കുമാരൻ, അരവിന്ദൻ തുടങ്ങിയ ആർട്ട് ചിത്ര നിർമ്മാതാക്കൾ, IV ശശി, പ്രിയദർശൻ, സത്യനന്ദിക്കാട് തുടങ്ങിയ കൊമേഴ്ഷ്യൽ ഹിറ്റ്മേക്കർ, ലെനിൻ രാജേന്ദ്രൻ, സിബി മലയിൽ ഭരതൻ തുടങ്ങിയ മധ്യവഴി സംവിധായകർ. ഒരു നടനും എഴുത്തുകാരനും എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പരിണാമത്തിന് 3 പ്രധാന സംവിധായകരുമായുള്ള അദ്ദേഹത്തിന്റെ ദീർഘകാല ബന്ധം കേന്ദ്ര ബിന്ദുവായിരുന്നു. ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിന്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ മേള, കോലങ്ങൾ, യവനിക, ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, പഞ്ചവടിപ്പാലം എന്നിവയിൽ അഭിനയിച്ച ശ്രീനിവാസൻ മലയാളി ജീവിതത്തിന്റെയും ലൈംഗികതയുടെയും ഇരുണ്ട വശങ്ങൾ ചിത്രീകരിച്ചിരുന്നു. സ്ക്രൂബോൾ കോമഡിക്ക് പേരുകേട്ട പ്രിയദർശൻ വേഗതയേറിയതും ഊർജസ്വലനുമായിരുന്ന വേഷഭൂഷാദികളും ആർമാറാട്ടങ്ങളും നിറഞ്ഞവയായിരുന്നു. ഓടരുതമ്മാവ ആളവയാം 1984, ബോയിങ് 1985, അരംപ്ലസരം കിന്നരം 1985, മഴ പെയ്യുന്നു മദ്ദളം കുട്ടുന്നു 1986, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു 1988. മറുവശത്ത് സത്യനന്ദിക്കാട് വ്യത്യസ്തമായ ഒരു നർമ്മശൈലിയാണ് പ്രവർത്തിച്ചത്. മലയാളി മധ്യവർഗ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആവാസ കേന്ദ്രം. T.P. ബാലഗോപാലൻ MA 1986, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് 1986, സന്മനസ്സുള്ളവർക്ക് സമാധാനം, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, തലയണ മന്ത്രം, സന്ദേശം, സാധാരണ ചുറ്റുപാടുകളിലും ദൈനംദിന അതിജീവന പോരാട്ടങ്ങളുടെയും തിരക്കഥാകൃത്തും നടനുമെന്ന നിലയിലുള്ള ശ്രീനിവാസന്റെ പങ്ക് അതിൽ കേന്ദ്ര ബിന്ദുവായിരുന്നു. വൈവിധ്യമാർന്ന സംവിധായക പ്രതിഭകൾ, സൗന്ദര്യാത്മക സമീപനങ്ങൾ, ആഖ്യാന ശൈലികൾ എന്നിവയുമായി അടുത്ത ബന്ധം പുലർത്താൻ കഴിഞ്ഞത് ശ്രീനിവാസന് തന്റെ കഴിവുകളെ വികസിപ്പിക്കാൻ മാത്രമല്ല അതിരുകടന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെടാനും മികച്ച അവസരം ലഭി. ഏറ്റവും ഇരുണ്ടതും നിന്ദ്യവുമായത് മുതൽ ആപേക്ഷഹാസ്യം, സ്ലാപ്സ്റ്റിക് കോമഡി വരെ ഏറ്റവും ചുരുങ്ങിയതും സൂക്ഷ്മവുമായതിൽ നിന്നും വക്കാലത്തുള്ളതും മുൻവശത്തേക്കും